ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഈ ഒരു പഴയ സാരിയിൽ എങ്ങനെ അടിപൊളിയായിട്ട് ഒരു പട്ടുപാവാട തയ്ക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അലമാര അടുക്കിപ്പറക്കി കൊണ്ടിരുന്നപ്പോൾ കിട്ടിയ ഒരു സാരിയാണിത്. എങ്കിൽ പിന്നെ അതിലൊരു സ്കേർട്ട് തയ്ക്കാമെന്ന് വിചാരിച്ചു. സ്വന്തമായി ഇതുപോലെ എന്തെങ്കിലും തച്ചിടണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ് അറിയാത്തവർക്കും കൂടി മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായിട്ടാണ് ഈ സ്കേർട്ട് എങ്ങനെ തയ്ക്കാമെന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടായിട്ടും സ്റ്റിച്ചിങ് അറിഞ്ഞുകൂടാതിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതുപോലെ ഒരു പഴയ സാരി എടുത്ത് കൊണ്ടുപോരൂ. നമുക്ക് ഒരു അടിപൊളി സ്കേർട്ട് തയ്ക്കാം. അതിനായി സാരി ഇതുപോലെ നിവർത്തിയിട്ട് ബ്ലൗസിൻ്റെ ഭാഗവും മുന്താണിയും വെട്ടിമാറ്റുക. ഇനി സാരി നമുക്ക് നാലായിട്ട് മടക്കിയിടാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള നീളവും വീതിയൊക്കെ അടയാളപ്പെടുത്താം. ആദ്യം ഇവിടെ എത്രയാണോ നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത് അത് അടയാളപ്പെടുത്താം. എനിക്ക് ടോട്ടൽ 39 ഇഞ്ച് ആണ് ആവശ്യം. അതിൽ 2 ഇഞ്ച് നമ്മൾ ബെൽറ്റിന് കൊടുക്കും, ബാക്കി 37. അതിൽ 1 ഇഞ്ച് അധികം ഇട്ട്, അതായത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടാണ് ഈ 38 ഇവിടെ അടയാളപ്പെടുത്തിയത്. ഇനി വീതി നമ്മൾ അടയാളപ്പെടുത്തുന്നില്ല, പ്ലീറ്റ് ഇടുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള വീതി നോക്കി നമുക്ക് പ്ലീറ്റ് ഇട്ട് എടുക്കാവുന്നതാണ്. ഈ 38 ഇഞ്ച് അടയാളപ്പെടുത്തി നമുക്കിതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇനി സാരി നിവർത്തിയിട്ട് നമുക്കിതുപോലെ പ്ലീറ്റ് പിടിച്ച് നോക്കാം. ഇത് എത്ര ഇഞ്ച് വീതിക്കാണ് നമ്മൾ പ്ലീറ്റ് എടുക്കുന്നതെന്നും എങ്ങനെയാണ് സ്റ്റിച്ചിങ് ചെയ്യുന്നതെന്നും നമുക്കിനി നോക്കാം. അതിനായി സാരിയുടെ നല്ല വശം ഇതുപോലെ നിവർത്തിയിടുക. നല്ല വശത്തു നിന്നാണ് ഞാൻ സ്റ്റിച്ചിങ് കൊടുക്കുന്നത്. ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം ടേപ്പ് വെച്ച് നമുക്കൊരു 3 ഇഞ്ച് അടയാളപ്പെടുത്താം. ആദ്യം അറ്റത്ത് നിന്നും 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമുക്ക് എത്രയാണോ പ്ലീറ്റിൻ്റെ വീതി, ഞാൻ ഇവിടെ 1.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 1 ഇഞ്ച് വേണമെങ്കിൽ 1 ഇഞ്ചും 2 ഇഞ്ച് വരെയും കൊടുക്കാവുന്നതാണ്. ഇതുപോലെ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ നമുക്ക് അകത്തോട്ട് മടക്കി വയ്ക്കാം. എന്നിട്ട് അറ്റത്ത് നിന്ന് നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. ഇതുപോലെ തുടങ്ങി 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ നടുക്ക് കൊണ്ട് സ്റ്റിച്ചിങ് നിർത്തുക. ഒന്നുകൂടെ കാണിക്കാം. ഇതുപോലെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഒരു പേനയോ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ അകത്തേക്ക് മടക്കി വയ്ക്കാവുന്നതാണ്. അതുപോലെ മേളിൽ പിടിക്കുന്ന പ്ലീറ്റ് താഴെ വരെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് കൈ വെച്ച് അമർത്തി കൊടുത്താൽ നന്നായിട്ട് നീറ്റായിട്ട് നമുക്ക് പ്ലീറ്റ് കിട്ടും. ഇതുപോലെ നടുക്ക് കൊണ്ട് നിർത്തുക. അടുത്ത് വീണ്ടും ആ 1.5 ഇഞ്ച് അവിടെ നിന്നും അടുത്ത 1.5 ഇഞ്ച് രണ്ടാമത്തെ പ്ലീറ്റ് അടയാളപ്പെടുത്തുക. അതും നേരത്തെ കാണിച്ചതുപോലെ തന്നെ അകത്തേക്ക് തുണി കയറ്റി വയ്ക്കുക. എന്നിട്ട് രണ്ടാമത്തെ പ്ലീറ്റിൻ്റെ നടുക്ക് വരെ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. ആ പ്ലീറ്റും ഇതുപോലെ മുകളിൽ നിന്ന് താഴോട്ട് നന്നായിട്ട് അമർത്തി വയ്ക്കുക. അടുത്ത് മൂന്നാമത്തെ പ്ലീറ്റ് പിടിക്കുക. മൂന്നാമത്തെ പ്ലീറ്റും നേരത്തെ കാണിച്ചതുപോലെ തന്നെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അകത്തേക്ക് തുണി കയറ്റി വെച്ച് അതിൻ്റെ നടുക്ക് കൊണ്ട് നിർത്തുക. ഇതുപോലെ ബാക്കി പ്ലീറ്റുകളും കൂടി നമുക്ക് തയ്ക്കാം. എങ്ങനെയാണ് പ്ലീറ്റ് എടുക്കണതെന്ന് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇതുപോലെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ ഭാഗം ഇതുപോലെ പൊക്കി പിടിച്ച് അടിയിൽ എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും യൂസ് ചെയ്ത് അകത്തേക്ക് തുണി കയറ്റി വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നടുക്കൊണ്ട് നിർത്തുക. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ പ്ലീറ്റ് പിടിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എത്രയാണോ വീതി, നമ്മുടെ അരവണ്ണം എത്രയാണോ അതനുസരിച്ചായിരിക്കും നമ്മൾ പ്ലീറ്റ് ഇട്ട് എടുക്കുന്നത്. എനിക്കിവിടെ 32 ഇഞ്ചാണ് ആവശ്യം. അപ്പോഴും നമ്മൾ ഓരോ പ്ലീറ്റ് ഇടുമ്പോഴും എത്ര ഇഞ്ചായി ഇത്ര ഇഞ്ചായെന്ന് ടേപ്പ് വെച്ച് അളന്ന് നോക്കി 32 എത്തുമ്പോൾ അവിടെ കൊണ്ട് നിർത്തുക. എന്നിട്ട് ഞാൻ എക്സ്ട്രാ ഒരു 3 ഇഞ്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് അരവണ്ണം കൂടിയാലും കുറഞ്ഞാലൊക്കെ നമുക്കിത് ഊക്ക് വയ്ക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് വെട്ടിക്കളയാം. ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമ്മൾ പ്ലീറ്റ് പിടിച്ചത് ഇതുപോലെ നിവർത്തി ഇട്ട് നോക്കുക. നമുക്ക് ഇങ്ങനെയാണ് പ്ലീറ്റ് എല്ലാം പിടിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് ഓരോ പ്ലീറ്റായിട്ടും പിടിച്ച് വെച്ച് നന്നായിട്ട് നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാം. എന്നാലേ സ്കേർട്ട് തച്ച് പൂർത്തിയാകുമ്പോൾ നല്ല നീറ്റായിട്ട് പ്ലീറ്റ് ഒതുങ്ങിക്കിടക്കത്തുള്ളൂ. നന്നായിട്ട് തന്നെ ഇതുപോലെ അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ മേളിൽ നിന്ന് താഴോട്ട് വരെ നന്നായിട്ട് പ്ലീറ്റ് ഇതുപോലെ കിടക്കുന്നതാണ്. ഇനി നമുക്ക് ബെൽറ്റ് വയ്ക്കാം. ബെൽറ്റിന് ആവശ്യമായിട്ടുള്ള നീളത്തിലും വീതിയിലും തുണിയെടുക്കുക. ഇവിടെ നമുക്ക് 32 ഇഞ്ചും നമ്മൾ 3 ഇഞ്ച് എക്സ്ട്രാ വിട്ടതും എല്ലാം കൂടെ കണക്കാക്കിയിട്ട് വേണം ബെൽറ്റിൻ്റെ നീളം എടുക്കാൻ. വീതി ഞാൻ 6 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഏകദേശം 1 ഇഞ്ചോളം അതിൻ്റെ
തയ്യൽ തുമ്പിനായിട്ട് പോകുന്നുണ്ട്. ബാക്കി നമുക്ക് ഇതുപോലെ തച്ചു കൊടുക്കാം. പാവാടയുടെ നല്ല ഭാഗത്ത് ബെൽറ്റിൻ്റെ നല്ല ഭാഗവും വെച്ച് ഇതുപോലെ നമുക്ക് ഒരു അരികെന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പാവാടയുടെ നല്ല ഭാഗത്ത് ബെൽറ്റിൻ്റെ നല്ല ഭാഗം പുറത്ത് വെച്ചാണ് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം അത് നിവർത്തിയിട്ടിട്ട് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്കത് നിവർത്തിയിട്ടിട്ട് അമർത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ തുമ്പറ്റ ഇതുപോലെ ജസ്റ്റ് നമുക്ക് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. അപ്പോഴിത് നമ്മൾ നന്നായിട്ട് മടക്കി വയ്ക്കുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ മടക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ അറ്റം രണ്ട് വശത്തിൻ്റെയും അറ്റത്ത് ഇതുപോലെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. രണ്ടായിട്ട് മടക്കി ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് ഈ സൈഡിലുള്ള നൂലൊന്നും പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ രണ്ട് വശത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിലുള്ള നൂലൊന്നും പിരിഞ്ഞു പോകത്തില്ല. ഇനി നമുക്ക് ബെൽറ്റിലുള്ളത് അത് മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കി നമുക്ക് ഇത് അകത്തോട്ടാണ്, പുറത്തുനിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് അകത്തോട്ട് മടക്കിയാണ് മടക്കി കൊടുക്കുന്നത്. ഇതുപോലെ അകത്തേക്ക് മടക്കി നമുക്ക് അരികിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമുക്ക് കെട്ടിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ ഓപ്പണിംഗ് ഭാഗത്ത് കെട്ടിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലാതെ സ്കേർട്ടിൻ്റെ ഊക്ക് വെച്ചിട്ടാണ് വെക്കുന്നതെങ്കിൽ അതും ചെയ്യാം. ഇതുപോലെ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ബെൽറ്റ് തച്ചെടുക്കാം. അതിനുശേഷം സ്കേർട്ടിൻ്റെ ഊക്കിടാനുള്ള ഐ എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് നോക്കാം. ഇതുപോലെ 3 ഇഞ്ച് വീതിക്കും നമുക്കൊരു കുറച്ച് നീളത്തിന് ഒരു 20 ഇഞ്ചോളം നീളത്തിൽ നമുക്കൊരു തുണി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ 4 ഭാഗവും നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതുപോലെ 4 വശവും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. നല്ല നീറ്റായിട്ട് ചെറുതായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ അരികിലൂടെ നമുക്ക് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ 4 വശം ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു അറ്റത്ത് കൂടെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റുകൾ നമ്മൾ സ്കേർട്ടിൽ ഇട്ട് കൊടുത്തതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കാം. ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കാം. ഇതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എത്ര നീളത്തിലാണോ ഇത് വേണ്ടത്, അതായത് ഈ ഊക്കിടാനുള്ള പാർട്ട് ഈ ഐ വേണ്ടത്, അത്രയും നീളത്തിനെടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് ഇതുപോലെ അതിൻ്റെ അറ്റം ഭാഗം ഒന്ന് വീണ്ടും ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഫ്ലീറ്റ് ഇട്ടതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ആ ഫ്ലീറ്റ് അതേപടി അടുക്കി വീണ്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി സ്കേർട്ടിൻ്റെ ബെൽറ്റിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് അമർന്നിരിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ കൂടി നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. ഇനി സ്കേർട്ടിൻ്റെ ഇടത് വശത്താണ് നമ്മൾ ഊക്കിടാനുള്ള ഈ പാർട്ട്, ഈ ഐ ഭാഗം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അത് ആ ബെൽറ്റിൻ്റെ പുറത്ത് വെച്ച് നന്നായിട്ട് 4 സൈഡും നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ നീറ്റായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് സൈഡ് യോജിപ്പിക്കാം. സ്കേർട്ടിൻ്റെ അകം ഭാഗത്ത് നിന്നും സൈഡ് ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. കുറച്ച് ഓപ്പണിംഗ് കൊടുത്തിട്ട് വേണം യോജിപ്പിക്കാനായിട്ട്. ഇനി നമുക്ക് വലത് ഭാഗത്ത് ഊക്ക് വയ്ക്കാം. സ്കേർട്ടിൻ്റെ വലത് ഭാഗത്ത് പാവാടയുടെ അകത്താണ് നമ്മൾ ഊക്ക് വയ്ക്കുന്നത്. ഇതുപോലെ വെച്ച് ഊക്ക് വെച്ചിട്ട് നമുക്ക് കൈത്തയ്യൽ കൊണ്ട് നന്നായിട്ട് അതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഊക്കും ഐയും വയ്ക്കാവുന്നതാണ്. ഇതുപോലെ വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്